ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മെഹിക്സ് ഇൻസൈറ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പെരുന്നാൾ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. കാര്യം പറഞ്ഞാൽ നമ്മുടെ ഈദ് ഡേൻ്റെ തലേ ദിവസം മുതൽ എൻ്റെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അയൺ ചെയ്യുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അയൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു നാളത്തേക്ക്. പിന്നെ ഇതാ എൻ്റെ ആപ്പ നമ്മുടെ ബ്രദറിന് ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു പപ്പൻ്റെ കയ്യിൽ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് അവനൊന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. സാധാരണയായിട്ട് ഈദ് ഡേൻ്റെ അന്ന് തന്നെയാണ് ഞാൻ എല്ലാവരുടെ ഡ്രസ്സും ഒരുമിച്ചിട്ട് അയൺ ചെയ്ത് വെക്കലാണ്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു അയൺ ചെയ്യേണ്ട ഡ്രസ്സൊക്കെ പെട്ടെന്ന് തന്നെ അവിടെ അയൺ ചെയ്ത് വെച്ചാൽ നാളത്തെ കുറച്ച് പണി എളുപ്പമാവുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ അതൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാണ് കേട്ടോ. പിന്നെ പപ്പയ്ക്ക് രാവിലെ നിസ്കരിക്കാനൊക്കെ പോകണ്ടല്ലേ, പിന്നെ ആ ടൈം വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ ഇസ്തിരിയിട്ട് വെച്ചു. പിന്നെ ഇതിന് ഞാൻ ഈ ഷൂ ആണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അതൊന്ന് തുടച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഒമാനിൽ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. എനിക്ക് അധികവും ഷൂ അങ്ങനെ ഇടുന്നത് ഇഷ്ടമല്ല, പക്ഷേ എന്നാലും ഡ്രസ്സിന് ഓക്കെ ആയതുകൊണ്ട് അങ്ങനെ ഇടാണ്. പിന്നെ ഇതാ മൈലാഞ്ചി ഇടലാണ് നെക്സ്റ്റ് പരിപാടി. വീട്ടിൽ മൂത്ത ആൾ ഞാനായതുകൊണ്ട് തന്നെ എനിക്ക് ഇട്ട് തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉമ്മാൻ്റെ കയ്യിൽ പരീക്ഷണം നടത്തും. അപ്പോൾ ഉമ്മാക്ക് ജസ്റ്റ് ഒന്ന് ചുവന്ന് കണ്ടാൽ മതി എന്നുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് എക്സ്പെരിമെൻറ്റ് നടത്തി എവറേജ് ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലിടുന്ന രീതിയിൽ ഞാൻ അങ്ങ് ഇടും. ഈ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം പഠിച്ചു വന്ന സ്കില്ലെന്നൊക്കെ പറയൂലേ, അതാണിതെനിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈലാഞ്ചി ഇടാൻ. പെരുന്നാൾ ദിവസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഇട്ട് പഠിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ കയ്യിലിടുന്ന രീതിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു സ്കില്ല് സെറ്റാക്കി എടുത്തു, അത്രേ പറയാൻ പറ്റൂ. മൈലാഞ്ചി ഇട്ട് വന്ന് കിടക്കാനായപ്പോൾ 2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ ഇതാ സുബഹിൻ്റെ സമയത്ത് എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ റമദാൻ നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു മന്തിൻ്റെ സ്പെഷ്യാലിറ്റി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലേ. അത് വേറെ തന്നെ എന്താ പറയുക, വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. സാധാരണയായിട്ട് നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ കിടക്കും. പക്ഷേ പെരുന്നാൾ ദിവസം എനിക്കങ്ങനെ കിടക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എനിക്ക് ഈ പെരുന്നാൾ ദിവസമൊക്കെ ഭയങ്കര പൊലിവ് എന്നെല്ലാം പറയൂലേ, മലപ്പുറക്കാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മലപ്പുറക്കാർ, ആ സ്ലാങ്ങും കാര്യങ്ങളൊക്കെ. ചെറിയൊരു ബന്ധമുണ്ട് മലപ്പുറമായിട്ട്, കാരണം എൻ്റെ ഉപ്പാൻ്റെ നാട് മലപ്പുറത്താണ് കേട്ടോ. പിന്നെ ഇതാ പപ്പ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി പള്ളിയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ സ്പീക്കർ എടുത്തിട്ട് ഫസ്റ്റ് പോയി ചാർജിലിട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പീക്കേഴ്സ്. പാട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണോ എന്നറിയില്ല, സ്പീക്കറെല്ലാം ഞാൻ നല്ല രീതിക്ക് എടുത്തു വെക്കും. അപ്പോൾ പിന്നെ അത് വേഗം ചാർജിലിട്ട് വെച്ചു. പിന്നെ ഞാൻ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഉമ്മാമ്മ മുറ്റമൊക്കെ അടിച്ചു വരുന്നുണ്ട്. ഉമ്മാമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുറത്തെ പണികളില്ലേ, അതെടുക്കാൻ ഉമ്മാമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം ഫുള്ള് കൊടുത്താലും ഉമ്മാമ്മ മുറ്റത്ത് തന്നെ ഇങ്ങനെ കളിക്കും, അത്ര ഇഷ്ടമാണ് കേട്ടോ ഉമ്മാമ്മക്ക്. പിന്നെ ഇതാ ചായ കുടിക്കുന്നുണ്ട്. ഇത് പഴം വാട്ടിയതും മുട്ട അട എന്ന് പറയും ഇവിടെ. അപ്പം മുട്ട അടയാണ് കഴിക്കുന്നത്. ഉമ്മാമ്മയും ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ പിന്നെ അവരോട് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ചായ കുടിച്ചിട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പഴം വാട്ടിയതും മുട്ടയും ഞാൻ ഈവനിങ്ങൊക്കെ അധികവും കഴിക്കാറുണ്ട്. രാവിലെ ഇങ്ങനെ എന്തെങ്കിലും പെരുന്നാളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ആക്കും, അപ്പം അങ്ങനെ കഴിക്കും. അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഈവനിങ്ങിൽ ചായക്ക് ഇങ്ങനെ ആക്കി കഴിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ. പിന്നെ ഉമ്മയും കൂടിയിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി. അവർ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും പിന്നെ ബിരിയാണി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ചിക്കനിൽ മസാല ഒക്കെ പുരട്ടി വെക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ചിക്കൻ കറിയാണ്. അപ്പോൾ അത് ഉമ്മാമ്മ അവിടെ നിന്ന് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവെക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്ന് ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ക്യാരറ്റ് പായസം ആക്കാം. ഈ സേമിയവും പിന്നെന്താ അങ്ങനത്തെ പായസങ്ങളൊന്നും അധികവും ഞാൻ കുടിക്കാറില്ല ആക്കിയാൽ തന്നെ. അപ്പോൾ ഞാൻ വേണ്ടി പറഞ്ഞു ക്യാരറ്റ് പായസമാണെങ്കിൽ നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ എൻ്റെ പണികളെല്ലാം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. സ്വീറ്റ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഈ ഒരു പായസത്തിനോട് വലിയൊരു താല്പര്യമില്ല. ക്യാരറ്റ് പായസം ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ അതിന്നാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് മ്യൂസിക് വെക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്ത് മ്യൂസിക് വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ സ്പീച്ചസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ എയർപോഡ് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ സ്പീക്കറിലാണ് സാധാരണയായിട്ട് വെക്കൽ. അപ്പോൾ പിന്നെ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ കുറച്ചൊന്ന് ഉഷാറായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്പീക്കറിൽ വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട്.
ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ഉള്ള പെരുന്നാൾ നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ചെറുതിലൊക്കെ നമ്മൾ ഡ്രസ്സൊക്കെ രാവിലെ തന്നെ മാറ്റി ഇങ്ങനെ ഓരോ വീട്ടിലൊക്കെ പോയി ദുബാർക്കൊക്കെ പറഞ്ഞ് ഇങ്ങനെ നെയ്ബേഴ്സിൻ്റെ അടുത്തൊക്കെ പോകില്ലേ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇപ്പം നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുളിച്ചിട്ട് ഒരു ഡെയിലി വെയർ പോലത്തെ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ട് നിസ്കരിക്കാൻ കയറുന്നല്ലാണ്ട് ശരിക്കും നമ്മൾ ഇതിനെടുത്ത ആ ഒരു ഡ്രസ്സ് പെട്ടെന്നൊന്നും ചേഞ്ച് ചെയ്യൂല കേട്ടോ. അത് ഇടണമെങ്കിൽ നമ്മൾ എന്തായാലും എവിടെയെങ്കിലും പോവുമല്ലോ. അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഉച്ചയാകുന്ന ആ ഒരു ടൈമിൽ അങ്ങനെയാണ് ആ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യുള്ളൂ. പിന്നെ ഇതാ ഞാനിപ്പോൾ അവിടെ എല്ലാം ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ വീട്. ഇപ്പോൾ ഉള്ള പെരുന്നാൾ പണ്ടത്തേനേക്കാളും കുറേ ചേഞ്ചസ് വന്നിട്ടില്ലേ. കാരണം പണ്ട് ഇങ്ങനെ ഫാമിലി വീട്ടിലെല്ലാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയൊക്കെ ചെയ്യുമല്ലോ. ഇപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കസിൻസിനെ കാണാനൊന്നും പറ്റില്ല. ഓരോരാളും ഇങ്ങനെ വേറെ വേറെ വീട്ടിലായി. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും പെരുന്നാളെന്ന് പറയുമ്പോൾ അത് അത് വേറെ തന്നെ ഒരു വൈബല്ലേ. അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക, അതൊക്കെ തന്നെ. പിന്നെ ഇതാ എല്ലായിടത്തും അടിച്ചു വാരിയൊക്കെ ഇട്ടിട്ടാ. പിന്നെ പപ്പക്ക് ഫുഡ് കൊടുക്കലാണ് നെക്സ്റ്റ്. അപ്പോൾ ഉമ്മ ഫുഡൊക്കെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പൂരിയും ചിക്കൻ കറിയാണ് കേട്ടോ. പിന്നെ ഇതാ പപ്പ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഊതില്ലേ, ഊത് കത്തിച്ച് വെക്കും കേട്ടോ. ഞാനിങ്ങനെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒക്കേഷൻ വരുമ്പോൾ ഊത് തന്നെയാണ് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഊത് കത്തിച്ച് വെക്കും. അല്ലാണ്ട് ഡെയിലി ഞാൻ ഊതുത്തിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ഊത് ഒന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഈ ഒരു മെഷീനില്ലേ, ഇതിൻ്റെ പുതിയ ഒന്ന് ഞാൻ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒമാനിന്ന്. പക്ഷേ പറ്റിയില്ല. ഇൻഷാ അല്ലാ പുതിയൊരെണ്ണം ഇതുപോലത്തെ ഒന്ന് വാങ്ങിക്കണം എന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കത്തിച്ച് വെച്ചു. പിന്നെ നേരെ കുളിക്കാൻ കയറലാണ് നെക്സ്റ്റ് പരിപാടി. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ വീക്ക് പോയപ്പോൾ കോഴിക്കോട് നിന്ന് വരുമ്പം കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ ഇത്. നമ്മുടെ ഓട്ടോ എന്ന് പറഞ്ഞ ആ ഒരു പുതിയൊരു ഇനോഗ്രേഷൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവിടുന്ന് നമ്മൾ ഈദിന് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു ചെറിയൊരു ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ഒരു ചെറിയ പെർഫ്യൂം ബോട്ടിലാണ്. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ഈ പെർഫ്യൂമിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രെയർ ഡ്രസ്സിൽ ഈ പെർഫ്യൂം ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ പ്രെയർ ഡ്രസ്സിലും പ്രെയർ മാറ്റിലൊക്കെ കുറച്ച് ഈ പെർഫ്യൂം ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പെർഫ്യൂം. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇതിൻ്റെ ഒരു വലിയ ബോട്ടിൽ വാങ്ങിക്കണം എന്നുണ്ട്. ചോദിച്ചു നോക്കണം അവിടെ നിന്ന് ഇത് പർച്ചേസ് ചെയ്തതെന്ന്. പിന്നെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കയറിയിട്ടാ. പെരുന്നാൾ നിസ്കാരത്തിന് നമ്മളെല്ലാവരും കുളിച്ച് പെരുന്നാൾ നിസ്കരിക്കുകയാണ്. ഈ റമദാൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഉണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാസം കഴിഞ്ഞതേ മനസ്സിലായിട്ടില്ല. അത്രയും പെട്ടെന്നായിരുന്നു ഈ ഒരു റമദാൻ പോയത്. നമുക്ക് നമ്മളിൽ തന്നെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുത്താൻ ശരിക്കും ഈ റമദാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ. നമ്മുടെ പ്രേയേഴ്സും കാര്യങ്ങളും കൂട്ടുക, അതുപോലെ തന്നെ നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. നമ്മളാരെയും ഉപദ്രവിക്കാണ്ടിരിക്കുക, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ തന്നെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് എളുപ്പമാവും. എനിക്ക് മനസ്സിലായ ചെറിയൊരു കാര്യമുണ്ട്. കാരണം നമുക്ക് ഈ പ്രശ്നങ്ങൾ അറൈസ് ചെയ്യുക എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലൈഫ് വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. നമ്മൾ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കൂടുതലും കുറവുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് കിട്ടിയ ആ ലൈഫ് അതിൽ നമ്മൾ ബ്ലെസ്ഡായിട്ട് ജീവിക്കുക എന്നുള്ളതിലാണ് കാര്യം. കാരണം നമ്മൾക്ക് ഇല്ലാത്തത് പലതും മറ്റുള്ളവർക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉള്ളത് ചിലപ്പോൾ നമുക്ക് ഇല്ലാണ്ട് നിൽക്കാം. ഇതിനൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയ ഈ ഒരു ലൈഫ് കൊതിച്ച് സ്വപ്നം കണ്ട് ജീവിക്കുന്ന കുറേ ആളുകളുള്ള ആ ഒരു വേൾഡിൽ തന്നെയാണ് നമ്മളും ജീവിക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ അതിൽ നമ്മുടെ ഗോഡിനോട് താങ്ക്സ് പറയുക. അങ്ങനെയുള്ളൊരു ലൈഫായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്ലീൻ ചെയ്യലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മീൻ ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ ക്യാരറ്റ് പായസമാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. എൻ്റെ ഉമ്മ ഉണ്ടാക്കിയതാണ് ബിരിയാണി. ഒരു രക്ഷയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഉമ്മൻ്റെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതായത് വീട്ടിലുള്ള തന്നെ എല്ലാവരും ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുമെങ്കിലും ഉമ്മ ഉണ്ടാക്കുമ്പോൾ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ ഏത് ഫുഡ് നമ്മൾ പുറത്തുനിന്നോ അല്ലെങ്കിൽ വേറെ വീട്ടിൽ നിന്നോ ഒക്കെ കഴിക്കുകയാണെങ്കിലും ഉമ്മാൻ്റെ ഫുഡിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി അത് ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി ഉമ്മാൻ്റെ ഫുഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉമ്മാമാക്കും കുറച്ച് സ്പെഷ്യൽ ഡിഷസ് ഉണ്ട് കേട്ടോ.
ഉമ്മാമ്മക്ക് ഈ റോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇല്ലേ, ചിക്കൻ റോസ്റ്റ് അതുപോലെ തന്നെ പ്രോൺസിൻ്റെ ഒക്കെ ഉമ്മാമ്മ നല്ല രീതിക്ക് ഉണ്ടാക്കും. അങ്ങനെയുള്ള ചില ഡിഷസ് ഉമ്മാമ്മയാണ് പ്രിപ്പയർ ചെയ്യുക. ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അത്രയും നല്ല രീതിക്ക് ഇവർ രണ്ടുപേരും കുക്ക് ചെയ്യും. പിന്നെ ഇതാ ഞാൻ ഫുഡ് കഴിക്കുന്നതാണ്. ഞാനിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിലും ഇടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിമാണ്. അതിപ്പോൾ ഇപ്പോൾ ഓരോ നാട്ടിലും ഇടുന്ന സാധനങ്ങളൊക്കെ സെയിം തന്നെയായിരിക്കും, പക്ഷേ അതിനെ വ്യത്യസ്തമാക്കുന്നത് ആ ഉണ്ടാക്കുന്ന രീതിയല്ലേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും ഇടുന്ന ഇൻഗ്രീഡിയൻസ് സെയിമാണ്, പക്ഷേ അത് ഉണ്ടാക്കി വരുന്ന ആ ഒരു സ്റ്റൈലിലാണ് അതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. എവിടെ പോവുകയാണെങ്കിലും സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. കാരണം പുറത്ത് നല്ല വെയിലാണ്. അപ്പം മാക്സിമം സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് പുറത്ത് പോകാൻ നോക്കുക കേട്ടോ. പിന്നെ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു മേക്കപ്പും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ പോകുന്നത് സീ വ്യൂ പാർക്കിലാണ് കേട്ടോ, തലശ്ശേരി. എപ്പോഴും വീട്ടിൽ തന്നെ അല്ലേ, പെരുന്നാളൊക്കെ അല്ലേ, ഒന്ന് പുറത്ത് പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് ഇറങ്ങിയതാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ. പിന്നെ ആ ഒരു എയിമിൽ അങ്ങനെ അങ്ങ് ഇറങ്ങി. എല്ലാ പെരുന്നാളിനും അങ്ങനെ പുറത്തൊന്നും പോകാൻ പറ്റാറില്ല കേട്ടോ. പിന്നെ പപ്പ ഇപ്പം നാട്ടിലുണ്ട്, അപ്പം നമുക്ക് എന്തായാലും നാട്ടിലുള്ള സ്ഥിതിക്ക് പോകാമല്ലോ വിചാരിച്ചു. അപ്പോൾ ഇതാ സീ വ്യൂ പാർക്ക് എത്തിയിട്ടുണ്ട്. ഈ പെരുന്നാളിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, തലശ്ശേരി ടൗണിൽ സാധാരണയായിട്ട് നല്ല രീതിക്ക് ആളുകൾ ഉണ്ടാകാറുണ്ട് പെരുന്നാളിൻ്റെ സമയത്തൊക്കെ. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇപ്രാവശ്യം നല്ല കുറവായിരുന്നു കേട്ടോ. ടൗണൊക്കെ എന്താ പറയുക, നല്ല രീതിക്കൊരു ക്വയറ്റായൊരു ഫീലാണ്. പിന്നെ ഇതാ സെന്ന കളിക്കുന്നൊക്കെ ഉണ്ട്, പപ്പ ഊനാലെല്ലാം ആട്ടി കൊടുക്കുന്നുണ്ട് അവിടുന്ന്. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഷോപ്പിങ്ങിൻ്റെ സമയത്തൊക്കെ കുറേ ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തലശ്ശേരി. പക്ഷേങ്കിൽ അതിൻ്റെ ഒരു 5% പോലും ആളുകൾ പെരുന്നാൾക്കൊന്നും ഈ ഒരു ഭാഗത്തേ ഇല്ല എന്ന് വേണം പറയാൻ. പിന്നെ ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് പപ്പ പറഞ്ഞു നമുക്ക് ഫ്രൂട്ട് ഐസിന്ന് ഐസ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട് ഐസിലേക്ക് പോയി പാർസൽ വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പപ്പ ഇറങ്ങിയിട്ട് അത് വാങ്ങിക്കുന്നുണ്ട്. ഇതെൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ, നെഹ്ല ഭാബി. അപ്പോൾ അവിടുന്ന് കണ്ടപ്പോൾ ഇങ്ങനെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. പപ്പ അപ്പോഴേക്ക് ഐസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഐസാണ് കേട്ടോ. ബാക്കി എല്ലാവരും ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസും പറഞ്ഞു. പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പെരുന്നാൾ ദിവസം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓൾ പ്രസ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ മെഹെക്സ് ഇൻസൈറ്റ്സ് തന്നെയാണ് അക്കൗണ്ട് നെയിം, പോയി ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ മിസ മെഹെക് ഫ്രം മെഹെക്സ് ഇൻസൈറ്റ്സ്. താങ്ക് യു. ബൈ.